അപ്പം ഞങ്ങൾ ഗൈസ് നമ്മൾ ഇവിടെ മിന്നൂട്ടി പോകാൻ നിൽക്കുകയാണ്. രാവിലെ തന്നെ ഇറങ്ങിയാണ്ട് അനിതാ ഷൂ ഒക്കെ ഇടണേ. അനിയോ പോവാ, റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഡണ്ണല്ലേ? നമ്മൾ ഏത് വണ്ടിയിട്ടാണ് വേണ്ടിയത്? അനിയോ സ്കൂട്ടി. ഇതാണ് അനിൻ്റെ സ്കൂട്ടി. അപ്പം നമ്മളിങ്ങനെ റെഡി ആയിക്കണേ. രാവിലെ നേരം വൈകി നിൽക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോയി. കാലത്ത് നന്നാക്കാത്ത എത്ര കാലമായിടോ ഈ റോഡ് ഇങ്ങനെ അറിയോ? മിനിയൂട്ടിക്ക് ആരും വരരുത് മക്കളെ, ആരും വരരുത്. നമ്മുടെ നാട്ടിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പക്ഷെ അതിൻ്റെ ഒരു റോഡിൻ്റെ അവസ്ഥ ഒക്കെ റോഡ് എത്താ കഥ. ഓഫ് റോഡ് വയനാട് റിസോർട്ട് പോയിട്ട് ഓരൊരു ഓഫ് റോഡ് ഉണ്ട് പറഞ്ഞു. ആ ഒരു ഓഫ് റോഡ് ഇതിന് ഇത്ര ഇയേന് ഓഫ് റോഡ് പറഞ്ഞാൽ ഒരു ജീപ്പ് കൊണ്ട് പറ്റിച്ചെന്നാണ് വിചാരിച്ചത്. ഇവിടുത്തെ റിസോർട്ടിലേക്ക് ഇനി ഓഫ് റോഡ് എത്ര കണ്ടെത്തണ്ട. ഒരു ധാരട്ട റോഡിൻ്റെ ഒരു അവസ്ഥയാണ്. ഗവൺമെൻറ് എന്ത് നോക്കിക്കാം. ഇങ്ങനെ എത്ര ടൂറിസ്റ്റ് പ്ലേസ്, എത്ര ആൾക്കാർ, എത്ര രസമുള്ള സ്ഥലമാണിത്. ആൾക്കാർ വരുന്നത് ഇതൊക്കെ നന്നാക്കി. എത്ര കാലങ്ങളായിട്ട് തുടങ്ങിയ എടുക്കാറ്. അനിയോ എങ്ങനെയുണ്ട് ഇവിടെ മിനിയൂട്ടി വന്നിട്ട്? റോഡ് എങ്ങനെയുണ്ട്? റോഡിന്റെ കാര്യമൊന്നും പറയണ്ട അല്ലേ? ആരും വരരുത്. റോഡ് പറഞ്ഞാൽ ഭയങ്കര കാറായിട്ടൊക്കെ വന്നാൽ പെട്ട് ഗവൺമെൻറ് നമുക്കൊരു ഓഫ് റോഡായിട്ട് തന്ന പോലെ. എന്ത് റോഡത്? ഇവിടെ പുതിയ ഓരോ പരിപാടികളൊക്കെ തന്നിട്ടോ. കുറേ ഞാൻ ഇപ്പോൾ ഇങ്ങനെ മിനിയൂട്ടിക്ക് വന്നിട്ട് അപ്പോൾ അത് രാവിലെ തന്നെ ആയതുകൊണ്ട് ഓപ്പൺ അല്ല. അതുകൊണ്ട് എന്താണെന്നറിയില്ല. ഞാനോ ഫസ്റ്റ് നമുക്ക് കയ്യിലെ കയറേണ്ടത് കയ്യിലെന്ന് അറിയട്ടെ. അങ്ങനെ പോയോക്കട്ടെ. കയ്യിലൊന്ന് കയറണം. ഇവിടെ നല്ലൊരു ചായൻ്റെ ഒരു ടീ ഷോപ്പ്. ഞാൻ നാളെ വന്നപ്പോൾ ഇത് ഇവിടെ കണ്ടീനി. ഇത് നല്ലൊരു വ്യൂ ഉള്ളൊരു കട കേട്ടത്. അവിടെ ഇരുന്ന് കാണ്ടൊക്കെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് കാണ്ട് കാണുകയാണെങ്കിൽ നല്ല രസകരം. ക്ലൈമറ്റ് ആസ്വദിച്ച് കാണ്ടൊക്കെ ചായ അടിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അടിയിലൊക്കെ ഓരോ ഇതിങ്ങനെ ഇറക്കിക്കണം. വാ നമ്മ ഇവിടെ പോയോ അടിക്ക് വാ. ഇവിടെ ഉണ്ടോ ഓരോ പണ്ടൊരു പ്രയോജനം ഇല്ലാതെ നിന്നൊരു സ്ഥലമാണ്. ഇപ്പം എത്ര മാറ്റമാണ് ഇവിടെ വന്നിരിക്കണത്. പണ്ടൊക്കെ ഞാൻ +1 എന്നൊക്കെ സ്കൂൾ കട്ട് ചെയ്ത് കണ്ട് ഞാനും ആശയൊക്കെ ഇങ്ങനെ വരുവേനി മിനിയൂട്ടിക്ക്. അന്നത്തെ മിനിയൂട്ടി പറഞ്ഞാൽ ചെറിയൊരു ഇടിഞ്ഞ റോഡും ചെറിയ റോഡും നായ്ക്കളില്ലാതെ ഒരു സാധനത്തിനും ഇവിടെ കാണലില്ല. കടകളില്ല, ഒന്നുമില്ല. അന്നേ ഞാൻ ആശയിങ്ങനെ പറയാനി ഒരു കാലത്ത് ഈ സ്ഥലം ഒരു വലിയൊരു ഇതാവും, ടൂറിസ്റ്റ് പ്ലേസ് ആയാണ് മാറുന്ന. അന്നേ ഞങ്ങളിങ്ങനെ പറയും എനിക്ക് സ്ഥലം. ഇന്നിപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഞങ്ങൾ വരുമ്പോൾ തന്നെ 5-6 സ്ഥലത്ത് നിന്ന് ബൈക്കുമ്പോൾ ചെക്കന്മാർ ഈ രാവിലെ ആയിട്ട് പോലും ഓരോ പേപ്പർ ഇങ്ങനെ തരിക. ഇത് ഞങ്ങളെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഇതാണ്, ഓരോത്തിൻ്റെ ഒരു പിക്ചർ അതൊക്കെ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടോളി. ഇന്ന് പിന്നെ നമുക്കൊരു സങ്കടം ഉണ്ടായിന്. ഞങ്ങൾ നേരത്തെ നീച്ചയാണ് വരാൻ വിചാരിച്ചപ്പോൾ നീച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ വെയിലൊക്കെ വന്ന് ഇതാവുമെന്ന്. പക്ഷെ നമുക്ക് മഴയും ഇതൊക്കെ അയക്കാണ്ടില്ല. ഞാൻ നാട്ടിൽ മഴ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷിച്ചു. പിന്നെ വരുന്ന വൈക്കൽ പിന്നെ ഇടയിലൊരു മഴ ഇല്ലാത്ത സ്ഥലം കണ്ട. അപ്പം ഇനി ഇവിടെ ഇനിയിപ്പോൾ വെയിലാവുമോ എന്തോന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പഠിച്ചാൽ നമ്മൾ കൈവിടില്ല. അത് രാവിലെ തന്നെ ഉണ്ടോ മേക്കപ്പ് ചെയ്തിട്ടാണോ? ഇത് നാച്ചുറലാട്ടോ. അതിന് മേക്കപ്പ് ചെയ്തില്ല. ഗോവ കേട്ടോ. ഗോവനുള്ള ഇവിടെ നമ്മളിങ്ങനെ കയറാൻ പോകണം.
അവിടെ ഫുള്ള് പെറ്റ് മൃഗങ്ങളാണ് ഫുള്ള്. ഇത്ര ആക്ടിവിറ്റീസ് ഒന്നും അല്ല, ഇത്ര മൃഗങ്ങളും ജീവികളൊന്നും ഇവിടെ ഇല്ലേ കേട്ടോ. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കണം. അത് അണ്ണാനെയാവും. അതാ ഓട്ടോ അതിനുള്ളിൽ കയറണ്ടോ? ഇതെന്താ സാധനോ? യമു തന്നെയല്ല, യമ്മുവാണ്. യമ്മുവാണ്. അതേമാതിരി നടന്നാ അത് നടക്കണേ. അവിടെ വേറെ സാധനം ഉണ്ട്. അതെന്താനോ? ഒട്ടകല്ലല്ലോ, പക്ഷിയല്ലേ? ഒട്ടക പക്ഷിയാണ്. ഭയങ്കര അറ്റാക്കിങ്ങാണിത്. കുറച്ച് മുയലുമുട്ടന്മാരതാ, മുയലുമുട്ടന്മാർ. മുള്ളമ്മൻ, മുള്ളമ്മഞ്ഞടെ ആ എടുക്കണുള്ള മതി. ഈ എലി പന്നിയല്ലേ എലി? ആ ഓടുമാനോടൊക്കെ ഇതാ എലിന്റെ പേരാണ്, എല്ലാ പന്നിയല്ല. താനോ എന്തോ ഒരു പൊട്ടച്ചെടി ഗൈസ്. ഓ ഇതെന്താനോ? അപ്പുറത്തുള്ളതോ? അതിൻ്റെ അപ്പുറത്തേക്കുണ്ടാവും. അയ്യാവും കുതിരയാണ്. അപ്പം ചെല്ല, അപ്പം ചെല്ല. പശു ഇത് മറ്റേ ഐറ്റില്ലാത്ത പൈസ പശുക്കളാണുണ്ട്. കുഴപ്പമില്ല കേട്ടോ, ആൾക്കാരില്ല. ആക്ടിവിറ്റീസ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടണില്ല. ഇവിടെ ഒരു എന്ത് പമ്പാണ്? പെരുമ്പാമ്പാ? കുട്ടിയാ? എന്താ ചെറുക്കണേ? എന്റെ പുറത്തെന്തോ വന്നിരുന്നേന് ഗൈസ്, പറന്ന് വന്ന് കണ്ട് അതിനെ ചെറുത്ത തല ഇവിടെ കണ്ണിനെങ്ങനെ കൊത്തുവോ?